ഇന്ത്യയെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരാത്ത പക്ഷം ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി അവിടെ കാര്യമില്ലാതെ ആക്രമിക്കാൻ ഇന്ത്യ മുതിരില്ല. എന്നാൽ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ പിന്നെ ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കും വരെ ഇന്ത്യ അടങ്ങിയിരിക്കുകയുമില്ല. പാകിസ്ഥാന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യയോട് കാണിച്ച കൊടും വഞ്ചനയിൽ അതിന്റെ മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി ആരംഭിക്കുകയാണ് ചെയ്തത്. അതിലൂടെ തന്നെ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഒരാണ്ട് പിന്നിടുമ്പോൾ വീണ്ടും പാകിസ്ഥാന് ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു രാജ്യത്തെയും അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല എന്നും, എന്നാൽ ഏതെങ്കിലും അയൽ രാജ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ പ്രതികരണം ... എന്നതായിരിക്കും. അതായത് 3 ഡോട്ട് എന്നത് അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യക്കെതിരെ നടത്തിയ ഭീഷണികൾക്ക് മറുപടിയായിട്ടാണ് പരോക്ഷമായ ഈ താക്കീത്. ഇന്ത്യയുടെ സൈനിക ശക്തി മുൻപത്തെക്കാൾ തന്നെ കരുത്താർജിച്ചു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണം ഇന്ന് ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമാണ് എന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷിക ദിനത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വെറൈസൺ താഴ്വരയിൽ പാക് ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ തന്നെ 26 സാധാരണക്കാരായ വ്യക്തികളാണ് കൊല്ലപ്പെട്ടത്. തുറസായ സ്ഥലത്ത് അഭയം പ്രാപിക്കാൻ പോലും കഴിയാതെ ജനങ്ങൾ പരിഭ്രാന്തരായി തന്നെ ഓടുന്നതിനിടയിലാണ് ഭീകരർ ക്രൂരമായ രീതിയിൽ വെടിയുതിർത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയെക്കുറിച്ചും രാജ്നാഥ് സിംഗ് ഈ പ്രസ്താവനയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഓർമ്മിപ്പിച്ചു. 2025 മെയ് 7-ന് ആരംഭിച്ച ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഭീകരവാദികൾ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാനെത്തി. ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനയുടെ ലോഞ്ച് പാഡുകളാണ് ഇന്ത്യൻ സൈന്യം അന്ന് ലക്ഷ്യം വെച്ചത്. നമ്മുടെ സൈന്യം എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമെന്നും അത് പ്രത്യേകം പറയേണ്ടതില്ല എന്നതാണ് ഇവിടെ രാജ്നാഥ് സിംഗ് തുറന്നടിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ വാളെടുക്കാൻ തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഇനി ആ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നൽകുമെന്ന വ്യക്തമായ താക്കീത് തന്നെയാണ് ഇവിടെ രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.